ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ നമ്മുടെ കൊത്തമര ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 4 മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ച് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എളുപ്പം കണ്ടു നോക്കാം, വായോ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് മാത്രം കൊത്തമര മതിയാവും. എന്നിട്ട് ഇത്രയൊക്കെ മതിയേ. ഇനി നമുക്ക് ഇതിന്റെ ആ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് ഇത്ര വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തി ആണ് കേട്ടോ. അപ്പൊ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 4 മുട്ട എടുക്കുന്നുണ്ട്. അപ്പൊ മുട്ടയുടെ അളവിനൊന്നും അല്ലെ, മുട്ടയ്ക്കൊന്നും അങ്ങനെ അളവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് കൊത്തമര വേണമെങ്കിൽ കൂട്ടാം. അപ്പൊ അതാണ്ട് ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ദാണ്ടെ ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വളരെ സിമ്പിൾ ആണ്. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഈ വെളിച്ചെണ്ണേന്റെ തന്നെ ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ ഇത് മറ്റേ അലൂമിനിയത്തിന്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിക്സ്, മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി ഇരിക്കുന്നതൊക്കെ ഞാനൊന്ന് വടിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കാം. അപ്പൊ ഈ കൊത്തമര കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്ക്. കൊത്തമരയുടെ ടേസ്റ്റ് ഒന്നും എടുത്തറിയൂല, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായി ദാണ്ട് ഇതുപോലെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. രാവിലെ തൊട്ട് എന്റെ തൊണ്ടയ്ക്കൊരു ചെറുതായിട്ടൊരു കിച്ച് കിച്ച്, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് വല്ലാതിരിക്കുന്നത്. അപ്പൊ ദാണ്ട് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരമായിട്ട് അങ്ങ് ഡ്രൈ ആക്കണ്ട കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാനൊരു സവാള എന്റെ പകുതി എടുത്ത് ചോപ്പറിൽ ഇട്ട് ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പൊ അല്ലെങ്കിൽ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പൊ അത് ഇട്ടപ്പോഴത്തേനും വീഡിയോ കട്ടായിരുന്നു കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നല്ലോ, അപ്പൊ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മസാലയൊക്കെ മുട്ടയിലും ഒക്കെ പിടിക്കുന്ന പോലെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. എന്തെങ്കിലും മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ഇനി നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അതാണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളിയാണ്. അപ്പൊ കൊത്തമരയൊക്കെ വെറുതെ കളയുന്നവർക്ക്, തോരനൊക്കെ ഡെയിലി ഉണ്ടാക്കി കഴിക്കുന്നവർക്കൊക്കെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം. നല്ല അടിപൊളി ഐറ്റം ആണ്, നല്ല ഹെൽത്തി ആണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, കഴിച്ചോളും. അപ്പൊ അതാണ്ട് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊത്തമര മുട്ടത്തോരൻ. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.